C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്നെ പോലെ തന്നെ ഗായത്രി അമ്മ രേഖ മാഡത്തെ സ്നേഹിക്കുന്ന കാര്യം രേഖ മാഡത്തിന് മനസ്സിലായില്ല. അല്ലെങ്കിൽ ആ സ്നേഹം അറിയാൻ ശ്രമിച്ചില്ല. അങ്ങനെ അമ്മയും ചേട്ടായും പറയുന്ന തീരുമാനത്തിന് അനുവാദം കൊടുക്കുമ്പോ ഇവിടുന്ന് പോകാൻ പോകുന്നത് രഘുവിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് രഘുവാണ് തീരുമാനിക്കാനുള്ളത്. ഇതെല്ലാം അറിഞ്ഞ് പെട്ടെന്നുള്ള ദേഷ്യത്തില് രഘു ഇവരെ പറഞ്ഞു വിട്ടിട്ട് ദേഷ്യം മാറുമ്പോ പിന്നെ ചിലപ്പോ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഈശ്വരനെ സാക്ഷി നിർത്തി രഘു താലി കെട്ടി കൂട്ടിക്കൊണ്ടു വന്നതാ രേഖ മാഡത്തിനെ. ഇപ്പൊ പോകാൻ പോകുന്നത് അതേ ഈശ്വരന്റെ തീരുമാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതെല്ലാം ഞാനിവിടെ ഇപ്പോ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയാം. കാരണം നാളെ ഒരു സമയം രഘുവിന്റെ ജീവിതം ഇല്ലാതായത് ഈ വീട്ടിലെ ബാക്കിയുള്ളൊരു കാരണമാണെന്ന് വരരുത്. നാട്ടുകാരോ ബന്ധുക്കളോ ചോദിച്ച അബോഷൻ എന്നൊരൊറ്റ വാക്കിൽ തീരുന്ന പ്രശ്നത്തെയാണോ ഇത്രയും വലുതാക്കി പടിയടച്ച് പിണ്ടം വെക്കാൻ പോകുന്നതെന്ന് മാത്രം ആലോചിച്ചാ മതി രഘു. ഈ ഒരു സ്ഥലത്ത് ഇത്രയും പറയാൻ ഞാൻ ആളല്ലെന്ന് എനിക്കറിയാം. എങ്കിലും കൺമുന്നിൽ ഈ കുടുംബം അടിച്ചു പിരിയുന്നത് കണ്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ. തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. രവി, ശ്രീലക്ഷ്മി മോള് പറഞ്ഞതിൽ കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ നിന്റെ തീരുമാനം? ശ്രീലക്ഷ്മിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ശ്രീലക്ഷ്മി എന്ത് പറഞ്ഞാലും ചെയ്താലും അത് ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശ്രീലക്ഷ്മി ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇത്തവണത്തേക്ക് ക്ഷമിക്കുന്നു. എന്നും ഈ സൗജന്യം പ്രതീക്ഷിക്കരുത്. പിന്നെ ശ്രീലക്ഷ്മിയും രേഖയും എന്നും എനിക്ക് ഒരുപോലെ തന്നെയാ. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുവാ. ശ്രീലക്ഷ്മിക്ക് തോന്നാത്തത് രേഖയ്ക്ക് തോന്നിയെങ്കിൽ അത് തെറ്റായ ഉപദേശങ്ങൾ കൊണ്ടാണെന്ന് എനിക്കറിയാം. മനസ്സ് ശുദ്ധമാണെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇപ്പോ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിന്റെ മറ്റൊരു കാരണം അത് തന്നെയാണ്. അത്രയും സ്നേഹിക്കുന്നവര്, അത്രയും വിശ്വസിക്കുന്നവര് നമ്മളെ പറ്റിച്ചു എന്നറിയുമ്പോ ഉണ്ടാകുന്ന മനസ്സിലെ ഒരു പിടപ്പിൽ നിന്നുണ്ടായതാ ഇതല്ല. ഇനിയെങ്കിലും രാജലക്ഷ്മി മോൾക്ക് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്ക. അവളുടെ നന്മയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം. ഇനി അങ്ങോട്ട് രവി സാറിനും രാജാറാം സാറിനും ശരിക്കും ഉറങ്ങാം. അങ്ങനെ ഒരു ന്യൂസുമായിട്ടാ ഞാൻ വന്നത്. ന്യൂസോ? എന്ത് ന്യൂസ്? രവി സാറിന്റെ ശത്രുക്കളുടെ പട്ടികയിലുള്ള പ്രധാനികളിൽ ഒരാൾ രാഗസുധ. അവള് ജയിലിൽ കേരളത്തിനകത്തും പുറത്തുമായിരുന്ന സമയത്ത് തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണി, മതശ്രമം, അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ രാഗസുധ. അതെല്ലാം ചേർത്താണ് ഇപ്പൊ ഈ അറസ്റ്റും ജയിൽവാസവും. പറഞ്ഞു കേട്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും പുറലോകം കാണുന്ന ലക്ഷണമില്ല. എല്ലാം കൊണ്ടും സേഫ് ആയ സ്ഥിതിക്ക് ശ്രീലക്ഷ്മി മാഡം കാത്തിരുന്ന ആ സുദിനം നാളെയാ. മനസ്സമാധാനത്തിന്റെ ദിവസം. രാഗസുധ അകത്തായ സ്ഥിതിക്ക് ഇനിയും ശ്രീലക്ഷ്മി മാഡം മറ്റൊരാളായി ജീവിക്കണ്ടല്ലോ. അതുകൊണ്ട് ഇനിയെല്ലാം ശ്രീലക്ഷ്മി മാഡത്തിനെ കൊണ്ട് തന്നെ രവി സാറിനോട് പറയിപ്പിക്കണം. നാളെ തന്നെ, അല്ലേ സർ? അങ്ങനെയല്ല സാന്ദ്ര മേഡം. ഇനിയാണ്
നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്. ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് അവൾക്ക് പലതും ചെയ്യാനാവും. സാന്ദ്ര മേഡത്തിന് രാഗസുതി അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും അവളത് പ്രവർത്തിച്ചിരിക്കും. ഇപ്പോ അവൾ കുറച്ചുകൂടി സേഫ് ആവുകയാണ് ചെയ്തത്. ഇനി രവിക്കെതിരെ അവൾ എന്ത് ചെയ്താലും അവൾ ജയിലിൽ സേഫ് ആയിരിക്കും. നമുക്കോ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് നിയമത്തിനോ അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാഡം നേരത്തെ പറഞ്ഞതുപോലെ മനസമാധാനത്തിന്റെ ദിവസം വരണമെങ്കിൽ ജയിലിലായാൽ പോരാ, അവൾ മരിക്കണം. അതിനുശേഷമേ രാഗസുതിൽ നിന്നൊരു മോചനം ഉണ്ടാവൂ. അങ്ങനെയെങ്കിൽ അവളുടെ മരണം ജയിലിൽ വെച്ച് തന്നെ ആയിക്കൂടെ? രവി സാറോ രാജാറാം സാറോ വിചാരിച്ചാൽ അത് വളരെ ഈസി അല്ലേ? ഡിപ്പാർട്ട്മെന്റുമായി നല്ല ബന്ധങ്ങളില്ലേ രണ്ടുപേർക്കും? അവളെ ഇല്ലാതാക്കാൻ ഡിപ്പാർട്ട്മെന്റിനെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല സാന്ദ്ര മാഡം. അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അതൊന്നും സാന്ദ്ര മാഡത്തിന് മനസ്സിലാവില്ല. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും കെട്ടപ്പെട്ടു പോകും. ഏതിനും ഇനിയാണ് രവിയും ബർമൻ വില്ലയിലെ മറ്റുള്ളവരും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. കാരണം ഞങ്ങളെപ്പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ അവൾക്കും പിടിപാടുകളില്ല എന്ന് എങ്ങനെ അറിയാം? സോ ഇത് തന്നെയാണ് ഭയപ്പെടേണ്ട സമയവും. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.